കേട്ടോ ഉളുപ്പുണ്ടോ? വി ഡി സതീശന്റെ ഓഫീസിൽ നൂറുകണക്കിന് ആയിരക്കണക്കിന് ആൾക്കാർ പോകുന്നുണ്ടോ? അങ്ങനെ പോകുന്ന ആൾക്കാര് MDMA കടത്തുന്ന ആൾക്കാരാണെങ്കിൽ അവരെ പിടിക്കുന്നുണ്ടോ? ആര്? ചെന്നിത്തലയുടെ പോലീസ്. CPM-ന്റെ ഭരണത്തിന്റെ പോലെയല്ല. നിങ്ങൾക്ക് അറിയില്ലേ, യു പ്രതിഭ നിങ്ങളുടെ MLA അല്ലായിരുന്നോ? യു പ്രതിഭയുടെ മകനെ പിടിച്ചില്ലായിരുന്നോ? കോട്ടി കളിച്ചിട്ടാണോ പിടിച്ചത്? പ്രതിഭയുടെ മകനെ അല്ലേ? ലഹരി കേസിൽ പിടിച്ചതല്ലേ? അവസാന കേസ് എന്തായി? ഒതുക്കി തീർത്തില്ലേ? യു പ്രതിഭ ഇവിടുന്ന് നിലവിളിക്കുന്നൊക്കെ നമ്മൾ കേട്ടതല്ലേ? അപ്പൊ നിങ്ങളെ ഭരണത്തിന് കീഴിൽ നിങ്ങളുടെ ഒരു MLA-യുടെ സ്വന്തം മോൻ ലഹരി മാഫിയയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുമ്പോ നിങ്ങൾ അവനെ പിടിച്ചില്ല, നിങ്ങൾ ഒരു നടപടി എടുത്തില്ല. അങ്ങനെ നടപടി എടുക്കാൻ വേണ്ടി ശ്രമിച്ച ആ ഉദ്യോഗസ്ഥന്മാരെ നിങ്ങൾ വിറപ്പിച്ചു. ആ കേസൊക്കെ നിങ്ങൾ ഒഴിവാക്കി. ചെന്നിത്തലയുടെ പോലീസ് ഇങ്ങനെയല്ലടോ. ചെന്നിത്തലയുടെ പോലീസ് എല്ലാവരും പിടിക്കും, കോൺഗ്രസ്സുകാരെയും പിടിക്കണോ? ഇത് തന്നെ കഥയെ. എടോ, കോൺഗ്രസ്സുകാരും കമ്മ്യൂണിസ്റ്റുകാരും എല്ലാ പാർട്ടിക്കാരും ഇമാതിരി ലഹരിക്കടത്തിന്റെ ഒക്കെ ഭാഗമാണ്. നിങ്ങളെന്താ വിചാരിച്ച് നിങ്ങളെ പാർട്ടിക്കാർ മാത്രമാണെന്നോ? ഇത് കണ്ടായിരിക്കും ലഹരിക്കടത്ത് മുഴുവൻ CPM-കാരാണെന്ന്. CPM-കാരാണ് ലഹരിക്കടത്തിന്റെ എന്താ പറയാ മെജോറിറ്റി നടത്തുന്നത് എന്നുള്ളത് ഇവിടുത്തെ ആൾക്കാർക്കൊക്കെ അറിയാം. കഴിഞ്ഞ കാലഘട്ടങ്ങളിലൊക്കെ പിടിച്ച പല ആൾക്കാരും അറിയില്ലേ? പല നമ്മുടെ കൂടുതൽ വിവരമാണെങ്കിൽ സുധാകരൻ സഖാവ് പറഞ്ഞുതരും ആലപ്പുഴയിലെ സ്ഥിതി. അങ്ങനെ ഓരോ സ്ഥലത്തും ലഹരി കേസുകളിൽ പലപ്പോഴും CPM-കാരൊക്കെ പിടിയിലാകാറുണ്ട് കേട്ടോ. ഇത് കോൺഗ്രസ് അനുഭാവികൾ അല്ലെങ്കിൽ കോൺഗ്രസ് പ്രവർത്തകരായിക്കോട്ടെ, കോൺഗ്രസ് പ്രവർത്തകര് MDMA എന്താ പറയാ ഈ ഉപയോഗിച്ചാലോ അല്ലെങ്കിൽ അത് കടത്തിയാലോ പിടിക്കണ്ടേ? പക്ഷെ അത് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ലഹരിക്കാരുടെ എന്താണ്? മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ലഹരി മാഫിയ വി ഡി സതീശനെ സന്ദർശിക്കാൻ വന്ന ആരൊക്കെയോ പിടിയിലായത്രേ. അതിനിങ്ങനെയാണോ തലക്കെട്ട്? അത് കഴിഞ്ഞിട്ട് പ്രധാന പ്രതി മുഖ്യമന്ത്രിയുടെ സോഷ്യൽ മീഡിയ കോർഡിനേറ്റർ എന്നത് ഞെട്ടിക്കുന്ന വിവരം. ആരെ ഞെട്ടിക്കുന്നത്? വി ഡി സതീശന് സോഷ്യൽ മീഡിയ കോർഡിനേറ്റർ ഉണ്ടെന്ന് ആരെ പറഞ്ഞത്? വി ഡി സതീശന് സോഷ്യൽ മീഡിയ കോർഡിനേറ്റർ ഇല്ല. നിങ്ങളാണ് ഉണ്ടാക്കുക. അതായത് കോൺഗ്രസ്സുകാര് ഒരുപാട് ആൾക്കാര് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ഇടാറുണ്ട്. കോൺഗ്രസ് അനുഭാവികളായ ആൾക്കാർ, കോൺഗ്രസ് അനുഭാവികൾ മാത്രമല്ല കേട്ടോ, നിങ്ങളോട് ദേഷ്യമുള്ള ആൾക്കാര്. നിങ്ങളെ പണ്ടാറടക്കിയ നിങ്ങളെ ഭരണം ഉണ്ടല്ലോ, ആ ഭരണത്തോടിനോടുള്ള വെറുപ്പ് കൊണ്ട് നിങ്ങളെ കൂടത്തു തന്നെ ഉള്ള ആൾക്കാർ ഇഷ്ടം പോലെ നിങ്ങൾക്കെതിരെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇടുന്നുണ്ട്. സംശയം നിങ്ങൾക്ക്? പിണറായി വിജയനെതിരെയും പിണറായി വിജയന്റെ മരുവനെതിരെയും ഫേസ്ബുക്ക് പോസ്റ്റ് ഇടുന്നതിലും ഒക്കെ പങ്കും നിങ്ങളെ സഖാക്കളാണോ? കാരണം നിങ്ങളെ സഖാക്കള് വ്യത്യസ്ത പേരുകൾ ഇങ്ങനെ ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇടാറുണ്ട്. പുറത്ത് പറഞ്ഞാൽ ഒരു തല ഉണ്ടാവില്ല, 51 വെട്ടുവെട്ടു. അത് പേടിച്ച ഡീറ്റിങ്ങള് സോഷ്യൽ മീഡിയയിൽ നല്ല രീതിയിൽ. അല്ലാതെ ഈ കോൺഗ്രസ്സുകാര് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നതിന്റെ 100 ഇരട്ടി സഖാക്കൾ ഉപയോഗിക്കുന്നുണ്ടോ? പിണറായി വിജയനെതിരെയും പിണറായി വിജയന്റെ മോക്കെതിരെയും മരുവനെതിരെയും ഒക്കെ പോസ്റ്റ് ഇടുന്നത് ഈ അന്തംഗമ്മികളാണ്. യഥാർത്ഥത്തിലുള്ള നല്ല അന്തംഗമ്മികള് കേട്ടാ. അല്ല പിണറായി വിജയന്റെ ഞാൻ പറയുന്നില്ല, വീണ്ടും എന്നിട്ട് സോഷ്യൽ മീഡിയ കോർഡിനേറ്റർ എന്നത് ഞെട്ടിക്കുന്ന വിവരം. ആരെയാ ഞെട്ടിക്കുന്നത്? അങ്ങനെ ഇല്ലയോ? അങ്ങനെ ഒരു പദവി ഇല്ല കോൺഗ്രസില്. ഈ വി ഡി സതീശന്റെ ഒരു സോഷ്യൽ മീഡിയ കോർഡിനേറ്റർ ഇല്ല. ഇത് വി ഡി സതീശനും പറഞ്ഞിട്ടുണ്ട്, കോൺഗ്രസ്സുകാരൊക്കെ പറഞ്ഞിട്ടുണ്ട്. എല്ലാവർക്കും അറിയുന്ന കാര്യമില്ലേ, പിന്നെ വിശേഷം പറയേണ്ട കാര്യമുണ്ടോ? നിങ്ങളാണ് ഉണ്ടാക്കിയാൽ ഉണ്ടാവുമോ? അല്ല. എന്നിട്ട് വാർത്ത നിങ്ങൾ നോക്കണേ. മയക്കുമരുന്ന് വിതരണത്തിന് ചുക്കാൻ പിടിക്കുന്നവരുടെയും ലഹരി സാധനങ്ങൾ കടത്തുന്ന ഏജന്റുമാരുടെയും താവളമായി മുഖ്യമന്ത്രിയുടെ ഓഫീസ് മാറുന്നുവെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പറഞ്ഞു. നല്ല ആളാ പറഞ്ഞത്, അപ്പം ഗോവിന്ദനാ പറഞ്ഞത്. മുഖ്യമന്ത്രിയുടെ ഓഫീസ് ലഹരിക്കാരുടെ താവളമായി മാറുന്നു. മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് ലഹരി പിടിച്ചോടോ ഗോവിന്ദ? അപ്പം ഗോവിന്ദ പറയടോ, മുഖ്യമന്ത്രി വി ഡി സതീശന്റെ ഓഫീസിൽ നിന്ന് ലഹരി പിടിച്ചോ? MDMA മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ പിടിച്ചോടോ? പിന്നെ എന്ത് തോന്നിയ സാറോ പറയുന്നത്? MDMA-യുമായി കാസർഗോഡ് കാലിക്കടവിൽ പിടിയിലായ, എവിടെയാ പിടിയിലായത്? കാസർഗോഡ് കാലിക്കടവിലാ പിടിയിലായത്, മുഖ്യമന്ത്രിയുടെ ഓഫീസിലല്ല കേട്ടോ. ഇനിയൊക്കെ വിളിക്കേണ്ട പേര് വേറെയാണ് കേട്ടോ. കാസർഗോഡ് കാലിക്കടവിൽ പിടിയിലായ KH മുഹമ്മദ് ഹുസൈൻ മുഖ്യമന്ത്രിയുടെ സോഷ്യൽ മീഡിയ കോർഡിനേറ്റർ ആണെന്നത് ഞെട്ടിക്കുന്നതാണ്. ഈ കോപ്പനെ എന്താ വിളിക്കേണ്ടത്? ഇവനാണ് ഈ പറയുന്ന അപ്പം ഗോവിന്ദൻ പറയാണല്ലോ, ഇവൻ വി ഡി സതീശന്റെ സോഷ്യൽ മീഡിയ കോർഡിനേറ്റർ ആണ്.
എന്ത് തെളിവിന്റെ അടിസ്ഥാനത്തിലാണോ പറയുന്നത്? എന്തും വിളിച്ചു പറയാ. മെറ്റ പിന്നെ നിങ്ങളെ ഈ ഇമ്മാതിരി പോസ്റ്റുകളൊക്കെ മെറ്റ ഡെലീറ്റ് ചെയ്യില്ലേ? അല്ല, താനൊക്കെ ഒരു പാർട്ടി സെക്രട്ടറിയിലോടോ, ഉളുപ്പില്ലോടോ തനിക്ക്? CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി എന്ന് പറഞ്ഞിട്ട് ഇമ്മാതിരി തോന്നിയ ദിവസം പറയാ. രാഷ്ട്രീയം പറയടോ, മാന്യമായ രാഷ്ട്രീയം പറ. അതിന് നിങ്ങൾക്കാവുന്നില്ല. നിങ്ങൾ എന്നിട്ട് സതീശന്റെ ഓഫീസിൽ ലഹരി താവളത്രേ. ഇത് കേട്ടായിരിക്കും സതീശന്റെ ഓഫീസിൽ നിന്ന് MDMA പിടിച്ചെടുത്തു, സതീശന്റെ പേഴ്സണൽ സ്റ്റാഫും ആൾക്കാരൊക്കെ ലഹരി കച്ചവടത്തിന്റെ ആൾക്കാരാണെന്നൊക്കെയാണ് നമ്മൾ ഈ തലക്കെട്ട് കാണുമ്പോൾ മനസ്സിലാക്കുക. കാലിക്കടവില് ഏതോ ഒരു ഹുസൈന്റെ കയ്യിൽ നിന്ന് ലഹരി പിടിച്ചപ്പോ ഇയാള് VD സതീശന്റെ സോഷ്യൽ മീഡിയ കോർഡിനേറ്റർ ആണത്രേ. ഒരു ഉളുപ്പില്ലാത്ത ടീം വന്നിട്ട് എന്നിട്ട് ദേശാഭിമാനിയുടെ തലക്കെട്ട് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ലഹരി മാഫിയ. എന്നിട്ട് മുഹമ്മദ് ഹുസൈനോടൊപ്പം അറസ്റ്റിലായ അബ്ദുൾ സലാമും PA അബ്ബാസും പെരുമ്പാവൂരിലെ സജീവ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരാണ്. ആയിക്കോട്ടടോ, സജീവ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരായിക്കോട്ടടോ, ഓരെ പിടിച്ചില്ലേ? അതല്ലേ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. നിങ്ങളെ മാതിരിയല്ല. നിങ്ങൾ CPM-മാരെ പിടിക്കൂല. കഴിഞ്ഞ 10 കൊല്ലം CPM-മാരെ നിങ്ങൾ പിടിക്കൂല. പക്ഷേ ചെന്നിത്തലയുടെ പോലീസ് ഒരു രാഷ്ട്രീയ പാർട്ടിയായി നോക്കുന്നില്ല. കോൺഗ്രസ്സുകാരാണെങ്കിൽ കോൺഗ്രസ്സുകാരെയും പിടിക്കുന്നേ. എന്താ സംശയം? പിടിക്കണ്ടേ? പിന്നെ പെരുമ്പാവൂരിലെ സജീവ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരാണ്. ഇവർക്കെല്ലാം VD സതീശനുമായി അടുത്ത ബന്ധമുണ്ടെന്നതിന്റെയും മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ സ്ഥിരം സന്ദർശനത്തിന്റെയും കൂടുതൽ തെളിവുകളാണ് ദിവസവും പുറത്തു വരുന്നത് എന്നും MV ഗോവിന്ദൻ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. എന്തൊരു ദുരന്താടോ ഈ പറയുന്ന പിടിക്കുന്ന ആൾക്കാർക്കൊക്കെ സതീശനുമായി ഇങ്ങനെ അടുത്ത ബന്ധം. എന്താ സതീശനെ മടി കയറി കുത്തിരിക്കുക? ഇവര് സതീശനെ അവർ കാണാൻ വന്നിട്ടുണ്ടാവും, സതീശനെ കൂടെ നടന്നിട്ടുണ്ടാവും. അതിനിപ്പോ എന്താ? ഇമാതിരി കള്ളന്മാരൊക്കെ വിശ്വാസ്യത വരുത്താൻ വേണ്ടിയിട്ട് ഇമാതിരി പരിപാടിയൊക്കെ ചെയ്യും. സതീശന് ഓരോ ദിവസവും 100 കണക്കിന് ആൾക്കാർ സതീശന്റെ കൂടെ സഞ്ചരിക്കുന്നു, സതീശന്റെ കൂടെ ഫോട്ടോ എടുക്കുന്നു. ഇതൊക്കെ സതീശൻ എന്നിട്ട് ഇവരെ മുഴുവൻ എക്സർ എടുത്ത് നോക്കുക. അല്ല, വാഹന നമ്പർ ഉൾപ്പെടെ കിട്ടിയ രഹസ്യ വിവരത്തെ തുടർന്ന് പോലീസ് നടത്തിയ പരിശോധനയിലാണ് യൂത്ത് കോൺഗ്രസ് നേതാക്കൾ പിടിയിലായത്. അഭിനന്ദിക്കണടോ അപ്പൻ ഗോവിന്ദ. രമേശ് ചെന്നിത്തലയെ അഭിനന്ദിക്കണോ? ഈ തൂഫാൻ എന്ന് പറയുന്ന ഈ പദ്ധതി നിങ്ങൾ 10 കൊല്ലം നിങ്ങൾ ഇവിടെ ചരച്ചില്ലേ അല്ലേ? ആ 10 കൊല്ലല്ലേ ഇവിടെ ലഹരി തഴച്ചു വളർന്നത്, ലഹരി മാഫിയ. അതിന്റെ നട്ടലൊടിക്കുകയാണ് ആര്? രമേശ് ചെന്നിത്തല. ആ രമേശ് ചെന്നിത്തലയുടെ പോലീസ് സ്വന്തം പാർട്ടിയിലെ ലഹരി കടത്തുകാരെ വരെ പിടിക്കുകയാണ്. നിങ്ങൾ കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കല്ലേ ചെയ്യേണ്ടത്? അതിന് പകരം ഇമ്മാരി തോന്നിയാസം ചെയ്യണോ ചെയ്യാ? ആളെ തിരിച്ചറിയാതെ വാഹന നമ്പർ വെച്ചുള്ള പരിശോധന ഇല്ലായിരുന്നുവെങ്കിൽ ഇവർക്ക് രക്ഷപ്പെടാൻ അവസരം ഉണ്ടാകുമായിരുന്നു. മുഹമ്മദ് ഹുസൈൻ അഡ്മിനായി VD സതീശന്റെ പേരിൽ ഫേസ്ബുക്ക് പേജ് ഉണ്ട്. അങ്ങനെ ഒരുപാട് ഫേസ്ബുക്ക് പേജ് ഉണ്ടാകട്ടോ. ഒരാളെ നിങ്ങളെ എത്ര ഫേസ്ബുക്ക് പേജുകളുണ്ട്? നിങ്ങൾ അറിയാത്ത ആൾക്കാരുടെ വരെ. ഇതൊക്കെ കൊണ്ടാണ് മെറ്റ ഇത്തരം സംശയാസ്പദമായ അപകീർത്തികരമായ ഫേസ്ബുക്ക് പോസ്റ്റുകളൊക്കെ മെറ്റ നീക്കം ചെയ്യുന്നത്. അല്ലാതെ സതീശൻ മെറ്റന്റെ CEO അല്ല. നിങ്ങൾക്ക് വർത്താനം കടിയായിരിക്കും ഈ സാധനമൊക്കെ ഡെലീറ്റ് ചെയ്യുന്നത് സതീശൻ പറഞ്ഞിട്ടാണെന്ന്. ഇതെന്താ നിങ്ങളെ കാലത്ത് ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഡെലീറ്റ് ചെയ്തില്ല? മെറ്റയോട് ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ അവർ ഡെലീറ്റ് ചെയ്യും. ഇമ്മാതിരി പോസ്റ്റുകൾ. തോന്നിയാസൊക്കെ നിർത്തിയിട്ട് മര്യാദക്കാരായു. എന്നാ പിന്നെ അടുത്ത പ്രാവശ്യം ഒന്ന് നിങ്ങൾക്ക് മുട്ടി നോക്കാം അല്ലേ? ഒന്ന് മുട്ടി നോക്കാം നിങ്ങൾക്ക് അടുത്ത തെരഞ്ഞെടുപ്പിൽ. ഇപ്പം കയ്യിൽ എത്ര 35 അല്ലേ? ഈ 35 ഉണ്ടല്ലോ, അത് ഇനി 3 0 ആവാതെ നോക്കി. അതാ നല്ലത്. അതിന് പകരം കുത്തിരുന്നിട്ട് സതീശന്റെ ഓഫീസ് എന്തെങ്കിലും ഇതുകൊണ്ട് അർത്ഥാക്കുന്നത്? ഈ പറയുന്ന ടോയ്ലറ്റ് പേപ്പർ വായിച്ചിട്ടാണോ ആൾക്കാർ സതീശന്റെ ഓഫീസിനെ പറ്റി മനസ്സിലാക്കുന്നത്? നിങ്ങളെ ഈ പറയുന്ന ടോയ്ലറ്റ് പേപ്പർ വായിച്ചിട്ടാണോ? അതെന്നെങ്കിലും മനസ്സിലാക്കാനുള്ള ഒരു ബുദ്ധി വേണ്ടടോ. നീ വേറെ ജീവനക്കാരുടെ ജീവനെടുത്ത് സർക്കാർ 3-4 ദിവസമായി തുടങ്ങിയിട്ട് സ്ഥലം മാറ്റത്തിൽ എന്താ പറയാ, സ്ഥലം മാറ്റത്തിൽ നെഞ്ചുരുകി അല്ലെങ്കിൽ സ്ഥലം മാറ്റത്തിൽ മനോവിഷമം. എന്നിട്ട് സർക്കാർ ജീവനക്കാരൊക്കെ ആത്മഹത്യ ചെയ്യാണ്, സർക്കാർ ജീവനക്കാരൊക്കെ ഹൃദയം പൊട്ടി മരിക്കുകയാണ്. അങ്ങനെ 2 കേസ് ഉണ്ടായി അല്ലേ? ഒരു സ്ത്രീ ആത്മഹത്യ ചെയ്തു. പറയുന്നത് എന്താ വെച്ചാൽ ഇവരെ ട്രാൻസ്ഫർ ചെയ്തത്രേ.
എങ്ങോട്ടാ ട്രാൻസ്ഫർ ചെയ്ത് അറിയോ? ഇവര് വർക്ക് ചെയ്യുന്ന ഓഫീസിൽ ഒരു സെക്ഷനിൽ നിന്ന് മറ്റൊരു സെക്ഷനിലേക്ക് മാറ്റി. കാസർഗോഡുള്ള ആ ഉദ്യോഗസ്ഥയെ നിങ്ങൾ ഇതിന്റെ എന്താ പറയേണ്ടത്? ഒരു ഓഫീസിൽ ജോലി ചെയ്യുന്ന ഒരു സർക്കാർ ഉദ്യോഗസ്ഥയെ ആ ഓഫീസിന്റെ ഒരു സെക്ഷനിൽ നിന്ന് മറ്റൊരു സെക്ഷനിലേക്ക് മാറ്റി. ഒരു സെക്ഷൻ 2ാം നിലയിലാണ്, മറ്റേ സെക്ഷൻ 1ാം നിലയിലാണ്, മറ്റേ സെക്ഷൻ 2ാം നിലയിലാണ്. 1ാം നിലയിൽ ജോലി ചെയ്തിരുന്ന ഒരു സ്ത്രീയെ 2ാം നിലയിലെ സെക്ഷനിലേക്ക് മാറ്റി. ഇതുകൊണ്ടാണ് ഈ ഉദ്യോഗസ്ഥ ആത്മഹത്യ ചെയ്തതെന്ന് പറയാൻ ഉളുപ്പില്ലടോ, ഉളുപ്പില്ല നിങ്ങൾക്ക്. മാത്രമല്ലാന്ന് ഈ ഒരു ട്രാൻസ്ഫർ ഓർഡർ വരുന്നത് മെയ് മാസം. ഈ വി ഡി സതീശൻ സർക്കാരൊക്കെ അധികാരമേറ്റതിന് മുമ്പാണത്രേ ഈ ഒരു എന്താ പറയാ ഈ ട്രാൻസ്ഫർ ഓർഡർ. ഇനി അതല്ല അങ്ങനെയാണ് വാർത്തകളൊക്കെ കാണുന്നത്. ഇനി അതല്ല എന്ന് വിചാരിക്കുക. ഒരു ഓഫീസിന്റെ താഴത്തെ നിലയിൽ നിന്ന് മേത്തിലത്തെ നിലയിലേക്ക് ഒരു ഉദ്യോഗസ്ഥയെ അല്ലെങ്കിൽ പിന്നെ സർക്കാർ ഉദ്യോഗസ്ഥരെ സ്ഥലം മാറ്റുക എന്ന് പറഞ്ഞാൽ ഇതെന്താ നാട്ടിൽ നടക്കാത്തതാണോ? ഈ സ്ഥലം മാറ്റത്തിന്റെ ഉസ്താദുകളല്ലേ നിങ്ങൾ ഈ രാഷ്ട്രീയ പക്ഷപാതം കൊണ്ട് നിങ്ങൾ എത്ര ആയിരങ്ങളെയാണോ ട്രാൻസ്ഫർ ചെയ്യിപ്പിച്ച്, എത്ര കുടുംബങ്ങളെയാണോ നിങ്ങൾ കണ്ണീരിലാഴ്ത്തിയത്? നിങ്ങൾ എന്നിട്ട് വലിയ മാന്യന്മാരായിട്ട് ഇതൊക്കെ സ്വാഭാവികമാണ്. ഒരു സർക്കാർ പോയി വേറെ സർക്കാർ വരുമ്പോൾ സർക്കാർ ഉദ്യോഗസ്ഥന്മാരെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സ്ഥലം മാറ്റും. അതിനിങ്ങനെ കിടന്ന് നിലവിളിക്കുക ചെയ്യാം. ഇത് കഴിഞ്ഞ 4-5 ദിവസമായി ജീവനക്കാരുടെ ജീവനെടുത്ത് സർക്കാർ 3 പേർക്ക് ജീവൻ നഷ്ടമായി. 20,000-ലേറെ സ്ഥലം മാറ്റം. അതിന്റെ അടുത്ത് വേറൊരു സ്ത്രീ എന്താ പറയാ കുഴഞ്ഞു വീണ് മരിച്ചു. ഈ കുഴഞ്ഞു വീണ് മരിക്കലൊക്കെ നമ്മുടെ നാട്ടിൽ ആരോഗ്യപരമായ പ്രശ്നങ്ങളെ കൊണ്ട് കുഴഞ്ഞു വീണ് മരിക്കുന്ന സങ്കടകരമായ അവസ്ഥകളൊക്കെയുണ്ട്. എന്നിട്ട് പറയുന്നത് എന്താ വെച്ചാൽ ഈ സ്ത്രീക്കും എന്താണ് ഈ സ്ഥലമാറ്റ ഉത്തരവ് 2 ദിവസം മുമ്പ് സ്ഥലമാറ്റ ഉത്തരവ് കിട്ടിയിരുന്നത്രേ. കണ്ണൂരിലെ ചൊക്ലിയിൽ നിന്ന് പിണറായിയിലേക്കാണ് സ്ഥലം മാറ്റിയത്. അതല്ലാതെ കാസർഗോട്ടേക്കോ അതല്ലെങ്കിൽ വയനാട്ടിലേക്കോ തിരുവനന്തപുരത്തേക്കോ ഒന്നല്ല. അതായത് കണ്ണൂരിൽ ചൊക്ലിയിൽ ജോലി ചെയ്യുന്ന ഒരു സ്ത്രീയെ കണ്ണൂരിൽ നിന്ന് കാസർഗോട്ടേക്ക് സ്ഥലം മാറ്റി, അല്ലെങ്കിൽ വയനാട്ടിലേക്ക് സ്ഥലം മാറ്റി, ഇടുക്കിയിലേക്ക് സ്ഥലം മാറ്റി, അങ്ങനെ സ്ഥലമാറ്റങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. നിങ്ങൾ ചെയ്യാറുണ്ട്. തിരുവനന്തപുരത്തേക്കോ കൊല്ലത്തേക്കോ ആലപ്പുഴയിലേക്കോ സ്ഥലം മാറ്റിയാൽ ചിലപ്പം പെണ്ണുങ്ങൾക്ക് ചിലപ്പോൾ എന്ത് ചെയ്യും, ചില വിഷമതകളൊക്കെ ഉണ്ടാവും, ആർക്കാരും ഉണ്ടാവും. ഇത് ചൊക്ലിയിൽ നിന്ന് പിണറായിലേക്ക് 10 കിലോമീറ്റർ, ഒരു 10 കിലോമീറ്റർ അകലേക്ക് സ്ഥലം മാറ്റി കഴിഞ്ഞാൽ അപ്പുറത്തേക്ക് എന്താ പറയാ മനോവിഷമം മൂലം പറയുന്നില്ല. എടോ ഇങ്ങളെ ഇമ്മാതിരി നിങ്ങളുടെ ഈ പരാതികൾ ആവലാതികൾ കരച്ചിൽ നിർത്താനായില്ലടോ, നിർത്താനായില്ല. നിങ്ങൾ ഇനി ഈ വരുന്ന 5 വർഷം മുഴുവൻ ഇങ്ങനെ കരഞ്ഞിരിക്കുക ചെയ്യുക. നിങ്ങൾക്ക് ഒരു ഉളുപ്പും തോന്നുന്നില്ല. വി ഡി സതീശന്റെ ഭരണപരമായ കാര്യങ്ങളിലുള്ള തകരാറുകളെ കുറിച്ച് നിങ്ങൾ വസ്തുനിഷ്ഠമായി പറയുന്നത്. നിങ്ങളല്ലാതെ ഈ ട്രാൻസ്ഫർ ചെയ്തു അപ്പോഴത്തേക്ക് ആൾക്കാർ മുഴുവൻ ഇതാ മരിക്കുന്നു. ഇത് പണ്ട് പറഞ്ഞിരുന്നു ഈ നോട്ടിന് വേണ്ടിയിട്ട് ആൾക്കാർ ക്യൂ നിൽക്കുമ്പോഴത്തേക്ക് ആൾക്കാരൊക്കെ മരിച്ചു വീഴുകയാണ് എന്നൊക്കെ പറഞ്ഞ മാതിരിയാണ് ഇപ്പോ. UDF അധികാരത്തിലേറി 3 മാസത്തിനകം പ്രതികാര നടപടിയുടെ ഭാഗമായി സ്ഥലം മാറ്റിയത് 20,000-ലധികം ജീവനക്കാരെ. പകപോക്കലിലും മാനദണ്ഡം ലംഘിച്ചുമുള്ള സ്ഥലമാറ്റത്തിലും മനംനൊന്ത് ജീവൻ പൊലിഞ്ഞവരാണ് കണ്ണൂർ ചൊക്ലി CSCയിലെ ഹെൽത്ത് ഇൻസ്പെക്ടർ ദീപാലേഖയും കാസർഗോഡ് കളക്ടറേറ്റിലെ സീനിയർ ക്ലർക്ക് ആശാലതയും. ഈ 2 പേരെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. 1ാം നിലയിൽ നിന്ന് 2ാം നിലയിലെ സെക്ഷനിലേക്ക് ആണ് ആശാലതയെ മാറ്റിയിരുന്നത്. ഈ ദീപയെ എന്താ പറയാ ചൊക്ലിയിൽ നിന്ന് എങ്ങോട്ടേക്ക് മാറ്റി. അതിന്റെ ഏറ്റവും വലിയ രസം, ദീപയെ ആദ്യം തന്നെ ചൊക്ലിയിൽ നിന്ന് മട്ടന്നൂരിലേക്ക് ആയിരുന്നു സ്ഥലമാറ്റത്തിന്റെ കരട് രേഖ വന്നത്. അപ്പോൾ ഈ സ്ത്രീ പറഞ്ഞത്രേ എനിക്ക് ബുദ്ധിമുട്ടാണ്, കാരണം അത് കുറച്ചും കൂടി ദൂരമുണ്ട്. എനിക്ക് തോന്നുന്നു ഒരു 25 കിലോമീറ്റർ ഉണ്ടാവും ചൊക്ലിയിൽ നിന്ന് മട്ടന്നൂരിലേക്ക്. അപ്പൊ അവര് പറഞ്ഞു അത് കുറച്ച് ബുദ്ധിമുട്ടാണ് എന്നൊക്കെ പറഞ്ഞപ്പോ അത് ADM അവരുടെ അപേക്ഷ സ്വീകരിച്ചിട്ടാണ് തൊട്ടടുത്തുള്ള സ്ഥലത്തേക്ക് സ്ഥലം മാറ്റിയത്. അനുഭാവപൂർണമായ ഒരു സ്ഥലമാറ്റാണ്. അവര് മറ്റെന്തോ ആരോഗ്യപരമായ പ്രശ്നങ്ങളെ കൊണ്ട് അവർ കുഴഞ്ഞു വീണ് മരിച്ചു. അപ്പോഴത്തേക്ക് അതും സതീശന്റെ കടലില് 2 മത്സ്യത്തൊഴിലാളികളെ പോയിട്ട് കിട്ടിയില്ല സതീശൻ. ഇത് കേട്ടാ വിചാരിക്കും പണ്ടൊക്കെ പിണറായി വിജയൻ ഇവിടെ ഭരിക്കുന്ന കാലത്ത് മത്സ്യത്തൊഴിലാളികൾ കടലിൽ കാണാതായാൽ എന്താ പറയാ പിണറായി വിജയൻ പറന്നു വരുന്നിട്ട് കടലിൽ ചാടിയിട്ട് പിണറായി വിജയൻ കടലിൽ പോയ മനുഷ്യന്മാരൊക്കെ അങ്ങോട്ട് രക്ഷിച്ചു വരുന്നതാണ് ഇവരുടെ വർത്താനം കേട്ടാൽ. പിണറായി വിജയൻ ഭരിക്കുന്ന കാലത്ത് കഴിഞ്ഞ 5 കൊല്ലത്തിനിടയിൽ 48 ആൾക്കാരെയാണ് കടലിൽ പോയിട്ട് കാണാതായത്. ഇതൊക്കെ സങ്കടമുള്ള കാര്യം തന്നെയാണ്.
ഈ കടൽക്ഷോഭത്തില് കടലിൽ പോകരുത് എന്നുള്ള മുന്നറിയിപ്പുണ്ട്. ആ മുന്നറിയിപ്പൊക്കെ അവഗണിച്ചിട്ട് കടലിൽ പോയ തൊഴിലാളികൾ അവിടെ അപകടം കൊണ്ട് കടലിൽ കാണാതായി. എടോ, കടലിൽ തെരയുന്നതിന് ഒരുപാട് ലിമിറ്റേഷൻ ഇല്ലേ? മുരളീധരൻ പറഞ്ഞ് ശരിയല്ലേ? ഈ രക്ഷിക്കാൻ പോകുന്ന ആൾക്കാരും അവരുടെ ജീവൻ നോക്കണ്ടേ? ഈ കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് അവർ കിട്ടിയില്ല. അതിന് സതീശനെയാണ് അയാൾ അങ്ങനെയാണ്, അയാൾ മറ്റേതാണെന്നൊക്കെ പറഞ്ഞിട്ട് ഈ സതീശൻ പറഞ്ഞു. ആ മരണപ്പെട്ട ആളുടെ മകൾ അങ്ങനെയൊക്കെ പറഞ്ഞത് എനിക്ക് മനസ്സിലാക്കാം. ആ പെൺകുട്ടിയുടെ മനോനില എനിക്ക് മനസ്സിലാക്കാം. അവര് വളരെ സങ്കടത്തോടെയാണ് ഈ കാര്യങ്ങളൊക്കെ പറയുന്നത്. ഞാനാണ് സർക്കാരിന്റെ തലവൻ, അതുകൊണ്ട് എന്നെ പറ്റി പറഞ്ഞോട്ടെ എന്നൊക്കെ സതീശൻ എന്ന് പറയുന്ന മുഖ്യമന്ത്രി അത്രയും കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ടാണ് ഇതിനൊക്കെ സമീപിക്കുന്നത്. അപ്പോഴത്തേക്ക് നിങ്ങൾ ചാടിക്കേറിയിട്ട് സതീശൻ വന്നോടെ കടലിൽ പോയ ആൾക്കാരെ മുഴുവൻ കടലിൽ മുക്കി കൊല്ലിയാണ്, ട്രാൻസ്ഫർ ചെയ്ത ആൾക്കാരെ മുഴുവൻ കൊല്ലിയാണ്, സതീശന്റെ ഓഫീസ് മുഴുവൻ ലഹരിയുടെ താവളമാണ്. എന്തിനാടോ ഇമാതിരി കാര്യങ്ങളായിട്ട് നടക്കുന്നത്? ഇതിപ്പോ ഞാൻ ഇതിലെ രണ്ട് വാർത്തകൾ മാത്രമേ ഞാൻ ഓരോ വാർത്തയും ഇങ്ങനെ കള്ളത്തരം തൊടാൻ തന്നെ അറപ്പാകാണ് ഈ സാധനം, അല്ലേ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാട്ടെ. ഇപ്പൊ ദേശാഭിമാനിക്ക് രാഷ്ട്രീയമായ വിയോജിപ്പുണ്ടെങ്കിൽ ആയിക്കോട്ടെന്നേ. നിങ്ങളെല്ലാവരും സതീശനെ അനുകൂലിക്കണ്ട, എതിർക്ക. നിങ്ങൾ രാഷ്ട്രീയപരമായി എതിർക്ക്, സത്യസന്ധമായി എതിർക്ക്, വസ്തുതാപരമായി എതിർക്ക്, തെളിവുകൾ സഹിതം എതിർക്ക്. അതല്ലാതെ സതീശന്റെ ഓഫീസ് ലഹരി താവളം ഇവിടെ കാലിക്കടവെന്ന് ഏതൊരു കോൺഗ്രസ്സുകാരനെ പിടിച്ചത്രേ. അയാള് സതീശന് വേണ്ടിയിട്ട് ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇടാറുണ്ട്. ഇയാള് സതീശന്റെ ഫേസ്ബുക്ക് കോർഡിനേറ്റർ ആണ്, സോഷ്യൽ മീഡിയ കോർഡിനേറ്റർ ആണെന്ന് നിങ്ങളാണ്ട് പ്രഖ്യാപിക്കുക. ഉളുപ്പും മാനില്ല. നിർത്തിനെ. ഇന്നത്തെ ദേശാഭിമാനി ഒരു ഒന്നൊന്നര പത്രമാണ് കേട്ടോ. സാധാരണ നമുക്കറിയാം ദേശാഭിമാനിയില് കള്ളത്തരം മാത്രമേ ഉണ്ടാവുള്ളൂ എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്, സഖാക്കന്മാർക്കും അറിയാം. ഇത് കള്ളത്തരം അച്ചടിച്ചു വിടുന്ന പത്രമാണ് എന്നുള്ളതിൽ ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ആ ഒരു സംശയം ഇന്നത്തെ പത്രം മാത്രം എടുത്ത് നമുക്കൊരു പരിശോധന നടത്തേ. ആദ്യം പത്രത്തിന്റെ മെയിൻ സ്റ്റോറിയാണ്, മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ലഹരി മാഫിയ. എന്താണ്? മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ലഹരി മാഫിയ. മുഖ്യമന്ത്രി VD സതീശന്റെ ഓഫീസിൽ ലഹരി മാഫിയ എന്നാ പറയുന്നത്. എടോ, കള്ളത്തരം പറയുന്നതിന് എന്തും വിളിച്ചു പറയാനാണ്. ഇപ്പൊ ഇവര് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്താ പറയാ, ഫേസ്ബുക്കിൽ ഇവരിടുന്ന പോസ്റ്റ് ഒന്നും കാണുന്നില്ല, മെറ്റ അതൊക്കെ പിൻവലിക്കുന്നു. മെറ്റ പിൻവലിക്കൂല. പിന്നെ നിങ്ങൾ ഇങ്ങനെ തോന്നിയാസം പ്രചരിപ്പിച്ചു കഴിഞ്ഞാലേ മെറ്റ പിൻവലിക്കും. പണ്ടും ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട്. ഇമാതിരി തോന്നിയാസങ്ങൾ, അലമ്പ് പരിപാടികൾ മെറ്റയെ കൊണ്ടിട്ട് കഴിഞ്ഞാൽ, ഫേസ്ബുക്കിൽ കൊണ്ടിട്ട് കഴിഞ്ഞാൽ പിൻവലിക്കും. ഇതല്ല സ്ഥിതി. മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ലഹരി മാഫിയ. നിങ്ങൾക്ക് ഒന്നും തോന്നുന്നില്ല? ഞാൻ ഈ അന്തംകമ്മികളോടെ ഞാൻ പറയുന്നത് കേട്ടോ, അന്തംകമ്മികളോട്. പിണറായി വിജയന്റെ ആസനം കഴുകി വെള്ളം കുടിക്കുന്ന അന്തംകമ്മികൾ ഉത്തരം പറയട്ടെ. മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ലഹരി മാഫിയ, VD സതീശന്റെ ഓഫീസിൽ ലഹരി മാഫിയ ഉണ്ട് എന്നാണ് നിങ്ങൾ ഇങ്ങനെ കറുപ്പിലും നീലയിലുമായി ഏറ്റവും വലിയ തലക്കെട്ടിൽ പറയുന്നത്. ഇത് ശരിയാണോ? മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ലഹരി മാഫിയ ഉണ്ടോ? ഇതിന്റെ വാർത്തയിലേക്ക് നമ്മൾ കണ്ടുപിടിക്കാം കേട്ടോ. കാസർഗോഡ് MDMA പിടിയിലായവർ സതീശന്റെ ഓഫീസിലെ സ്ഥിരം സന്ദർശകർ. ഇങ്ങനെ ആദ്യം തന്നെ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ലഹരി മാഫിയ എന്ന് വെണ്ടക്കാ തലക്കെട്ട് കൊടുത്തിട്ട് അതിന്റെ അടിയിൽ എഴുതിക്കുകയാണ്, കാസർകോട്ട് MDMA പിടിയിലായവർ സതീശന്റെ ഓഫീസിലെ സ്ഥിരം സന്ദർശകർ.